Good morning, all. Good morning. Good morning, ma'am. Good morning. Good morning. Okay, so class start ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ചാപ്റ്റർ ആണ് എടുത്തത്. എന്നാൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ വായിച്ചായിരുന്നോ അല്ലെങ്കിൽ പഠിച്ചോ? ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു എല്ലാവരും? Yes, ma'am. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? Yes. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് അടുത്തൊരു പുതിയൊരു ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 4 ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ ഇത് ഒരു കുഞ്ഞു ചാപ്റ്റർ എന്നല്ല, അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ. ആ ഒരു വാക്കിൽ തന്നെയുണ്ട് ഒരു വലിയൊരു ചാപ്റ്റർ ആണെന്ന് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ദിവസത്തിൽ തന്നെ ഒരു ഗാലക്സി ഓഫ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെങ്കിൽ ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അവിടെ എന്താണ് ട്രീറ്റ്മെന്റ്സ് നടക്കുന്നുണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ടാവാം, മറ്റു സർജറികൾ ഉണ്ടാവാം, പേഷ്യൻസിനെ റെഫർ ചെയ്യുന്നുണ്ടാവാം അല്ലെ. എന്നിങ്ങനെയുള്ള കോടാനുകോടി പ്രവർത്തനങ്ങളാണ് ഒരു ഹോസ്പിറ്റലില് ഒരു ദിവസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ പ്രവർത്തനങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം അല്ലെ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം അങ്ങനെയാണോ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ചുമതലകളുണ്ട് അല്ലെ. ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഡോക്ടറെ കാണുന്നത് ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും പേഷ്യൻസിന് വരുന്നതിനെ ഹാൻഡിൽ ചെയ്യാനും ദെൻ അവർക്ക് ശരിയായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്സുകളും മറ്റും കൊടുക്കുവാനും ഇതെല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മൾ നൽകണം. സോ അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകണം അല്ലെ. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഈ ഒരു കോഴ്സ് അല്ലെ, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കോഴ്സിൽ ആ ഒരു നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ഉണ്ടോ? അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഉണ്ടോ? ദെൻ ഈ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഡ്യൂട്ടി എന്താണ്? ഈ എംപ്ലോയീസിനെയും അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ എല്ലാവരെയും കൺട്രോൾ ചെയ്യാം അല്ലെ. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും ആ ഒരു ഓർഗനൈസേഷനിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണം അല്ലെ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം അല്ലെ. കൺട്രോൾ ഓൾ ആക്ടിവിറ്റീസ്, എല്ലാ പ്രവർത്തനങ്ങളെയും എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. അപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴും നമ്മൾ പറഞ്ഞു ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സോ അവിടെയും ഒരു അഡ്മിനിസ്ട്രേഷന്റെ ആവശ്യമുണ്ട് ഇല്ലേ. തീർച്ചയായിട്ടും ഇത്രയും പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്ലേസ് ആയതിനാൽ തന്നെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും ദെൻ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും മറ്റും എല്ലാത്തിനുമായിട്ടൊരു അഡ്മിനിസ്ട്രേഷന്റെ ആവശ്യകത ഉണ്ട്. സോ ആ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ പല പല പോസ്റ്റുകൾ എന്ന് കേട്ടിട്ടുണ്ടാകും അല്ലെ. നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചു, ഓരോരോ PRO, പേഷ്യന്റ് എക്സിക്യൂട്ടീവ് കെയർ സെക്രട്ടറി അല്ലെ, എന്നിങ്ങനെയുള്ള ഓരോരോ പോസ്റ്റുകൾ നിങ്ങൾ പഠിച്ചോ? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഡിപ്ലോമയിൽ പഠിച്ചില്ലേ? കുറെ വ്യക്തികളെയൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടു, കുറെ വ്യക്തികള് അവരുടെ റോളുകൾ എന്തൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പോ ഇതെല്ലാം ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ പരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലോട്ട് നമുക്ക് ഇനി പോകാം. ടെക്സ്റ്റിൽ നോക്കാം കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ് അല്ലെ. അതായത് ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു മാനേജ്മെന്റ് പ്രവർത്തനങ്ങളെ ആ നടത്തിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. അതായത് ആ പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്നു, മാനേജ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയാം അല്ലെ. ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തന്നെയല്ലേ? ആണോ? ബിസിനസ്സിലോട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് ഓരോ ഹോസ്പിറ്റൽസും അല്ലേ. നമുക്ക് ചുറ്റുമുള്ള നിങ്ങൾ പോകാറുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഓരോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ എടുക്കുകയാണെങ്കിൽ ഇന്നൊരു സാധാരണക്കാർക്ക് ചെന്ന് എന്താ പറയാ, ഒരു സാധാരണക്കാരന് അവിടെ നിന്നുള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് സാധ്യമാകുന്ന ഒന്നാണോ? എങ്ങനെയാണ്? ഇപ്പൊ നമ്മളൊരു ചെറിയൊരു പനിയായിട്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ എത്രയാ ബില്ല് വരുന്നത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു പ്രൈവറ്റിൽ പോയി ചെറിയൊരു പനിയായിട്ട് നമ്മൾ പോയതായിരിക്കും. ദെൻ ടെസ്റ്റുകളൊക്കെ ചെയ്തു, ഒരുപാട് ടെസ്റ്റുകളൊക്കെ എഴുതി,
ചിലപ്പോൾ എന്തെങ്കിലും മറ്റ് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എഴുതി ഇങ്ങനെ വന്നാലും മിനിമം എത്ര രൂപയെങ്കിലും ആകും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് നമ്മൾ ഇന്ന് പോകുന്നതെങ്കിൽ? എത്രയാവും മിനിമം? ആർക്കും അറിയില്ല. 1000 എനിക്ക് തോന്നുന്നു 1000 കുറവാണെന്ന് തോന്നുന്നു അല്ലെ? 1000 ഏറ്റവും കുറഞ്ഞതാണ് അല്ലെ? മിനിമം ഒരു 3000 എങ്കിലും നമുക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുമ്പോൾ ആകും. 4000 മേ ബി 4000 വരെ എത്താം അല്ലെ? സോ ഒരു ബിസിനസ് എന്ന നിലയിൽ തന്നെ നമുക്ക് ഹോസ്പിറ്റലിനെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വിളിക്കാം അല്ലെ? സോ ഇവിടെ പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റല് ഒരു ബിസിനസ് എന്ന നിലയിൽ ആ ഹോസ്പിറ്റലിന്റെ നടത്തിപ്പും കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. Then the administration consists of medical and health services managers, sometimes called healthcare executives. അല്ലെ? ഇനി ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന്, ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്? മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ് മാനേജേഴ്സ്, മെഡിക്കൽ ഹെൽത്ത് സർവീസസ് മാനേജേഴ്സ്, സംടൈംസ് കോൾഡ്, അവര് നമുക്ക് വേണമെങ്കിൽ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ദെയർ അസിസ്റ്റൻസ്, അതുപോലെ അവരുടെ അസിസ്റ്റൻസും അവരുടെ ഹെൽപ്പേഴ്സ് ആയിട്ടുള്ള അസിസ്റ്റൻസും, ഇവരൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻസിൽ കൺസിസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ. Then administration ranges in size and the duties of the administrator vary with the size and the complexity of the hospital. ഇനി നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് ഉണ്ട്. ഹെൽത്ത് സർവീസ് മാനേജേഴ്സും മെഡിക്കൽ മാനേജേഴ്സ് ഒക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവര്. ദെൻ ഇനി അവരുടെ ഡ്യൂട്ടി അല്ലെ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ ആ ഒരു റേഞ്ച്, അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഹോസ്പിറ്റല്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെന്ന് ഇരിക്കട്ടെ, അവിടെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയും ഞാൻ കുറച്ചും കൂടി മൾട്ടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റല്, സ്പെഷ്യാലിറ്റി കെയറുകളും മൾട്ടി ഡെവലപ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകളൊക്കെ ഉള്ള ഹോസ്പിറ്റല്, ആ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്ററിന്റെയും ഡ്യൂട്ടി സെയിം ആയിരിക്കോ? ഈക്വൽ ആയിരിക്കോ? ഒരേപോലെ ആയിരിക്കും അവരുടെ ഡ്യൂട്ടികള്? ആണോ? വ്യത്യാസം ഉണ്ടാകും. എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അത്യാവശ്യം ചെറുതാണ്, അപ്പൊ ഒരുപാട് ചുമതലകളും കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. പക്ഷെ കുറച്ചും കൂടി മൾട്ടി ഡെവലപ്ഡ്, ആ ഹോസ്പിറ്റലിന്റെ സൈസ് വലുതാണ് അല്ലെ? സൈസ് വലുതാവും തോറും ഡ്യൂട്ടീസ് എന്ത് ചെയ്യും? ഡ്യൂട്ടീസും അതനുസരിച്ചിട്ട് വേരി ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. സോ ഓരോ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയും ഡ്യൂട്ടീസ് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് ഹോസ്പിറ്റലിന്റെ സൈസും കോംപ്ലക്സിറ്റിയും, അതായത് ആ ഒരു വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് വലുപ്പവും അതുപോലെ തന്നെ റേഞ്ച് ഒക്കെ അനുസരിച്ചുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡ്യൂട്ടിയിലും വ്യത്യാസങ്ങൾ വന്നേക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ്. ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കുക കേട്ടോ. ഓക്കെ, വായിച്ചു എല്ലാവരും? The next one, administrations includes the following activities termed as POSD, CORB, പോസ്റ്റ് കോർബ് എന്നാ വായിക്കുക കേട്ടോ. അതായത് അഡ്മിനിസ്ട്രേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൂടി നമുക്ക് ഒറ്റ വാക്കിൽ ഷോർട്ട് ഫോം ആയിട്ട് പോസ്റ്റ് കോർബ് എന്നാണ് വിളിക്കുന്നത്. ഇനി എന്താണ് പോസ്റ്റ് കോർബ് എന്ന് നോക്കാം. പി എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് പ്ലാനിങ്, then ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോൾ, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഇതിനെയാണ് നമ്മൾ ഷോർട്ടായിട്ട് പോസ്റ്റ് കോർബ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകളാണ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ, ആ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അഡ്മിനിസ്ട്രേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡയറക്റ്റ് ചെയ്തതില്ലേ, അത് പഠിക്കണം കേട്ടോ. പ്ലാനിങ്, ഓർഗനൈസിംഗ്,
ദെൻ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഈ പ്ലാനിങ് ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും ഡാർക്കൻ ചെയ്തിരിക്കുന്നതില്ലേ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോ എക്സാമിന് ഇൻ പി എസ് ഇനി പോസ്റ്റ് കോഡ് അതിൽ ഓ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ എസ് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്, അങ്ങനെ ഓരോ ലിറ്ററും ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എക്സാമിന്. സോ അത് കംപ്ലീറ്റ് പഠിച്ചാൽ മാത്രമേ ഏത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആൻസർ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അത് കംപ്ലീറ്റ് പഠിക്കണം. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ, പഠിക്കാൻ എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചു പോകാം കേട്ടോ. നെക്സ്റ്റ് വൺ, the term hospital administration covers vast number of activities which may roughly be classified into 3 categories. The term hospital administration, hospital administration എന്ന് പറയുന്ന term covers a vast number of activities, അല്ലെ, അതായത് ഒരുപാട് അതായത് ഒരുപാട് നമുക്ക് എണ്ണാനായിട്ട് സാധിക്കാത്തതിൽ അപ്പുറമായിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് ഇത് കവർ ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. So, which may roughly be classified into 3 categories. So, ഒരുപാട് പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഈ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു വാക്ക് കവർ ചെയ്യുന്ന കാര്യങ്ങൾ. അതിനാൽ തന്നെ നമുക്ക് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ടൈമിന് നമുക്ക് 3 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ എന്ന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ആ ഒരു വാക്കിനെ നമുക്ക് 3 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. which may roughly be classified into 3 categories. 3 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാവുന്ന കാറ്റഗറി 1, 2, 3. ഓക്കെ, അപ്പൊ നിങ്ങൾ സൈഡിൽ ഓരോ 3 പോയിന്റുകൾ ഉണ്ടല്ലോ. ഫസ്റ്റ് പോയിന്റിന്റെ നേരെ ഒന്ന് കാറ്റഗറി 1 ഒന്ന് എഴുതി വെക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആ ഫസ്റ്റ് പോയിന്റ് കണ്ടോ, ഫസ്റ്റ് പോയിന്റ് 3 പോയിന്റ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 3 കാറ്റഗറി ആണെന്ന് പറഞ്ഞു. അപ്പൊ കാറ്റഗറി 1 എന്നൊന്ന് സൈഡിൽ ഒന്ന് എഴുതി വെക്കാം. ഒന്നാമത്തെ പോയിന്റിന്റെ നേരെ ആയിട്ട് കാറ്റഗറി 1 എഴുതാം. എഴുതിയോ? ജസ്റ്റ് ഒന്ന് പെൻസിലോ പേനയോ വെച്ചിട്ടൊന്ന് എഴുതി വെക്കാം കാറ്റഗറി 1. ഓക്കെ, ഇനി അപ്പൊ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഓരോ കാറ്റഗറിയിലും എന്തൊക്കെയാണ് പറയുന്നതെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ഒരു സമ്മറൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കാറ്റഗറി 1ൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. കാറ്റഗറി 1, preparation of hospital legislation, planning of the hospital system as whole, determination of international policy, regulation for the operations of hospitals, establishment of architectural control and standards. നോക്കാം, അത് നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് എന്തൊക്കെയാണ് കാറ്റഗറി 1ൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻസ്, അല്ലെ, ഹോസ്പിറ്റലിലെ നിയമങ്ങളൊക്കെ തയ്യാറാക്കുക. അതായത് ഇപ്പൊ ഓരോരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ പാലിക്കേണ്ടതായിട്ടുള്ള, സോ അത് തയ്യാറാക്കണം. അതുപോലെ പ്ലാനിങ് ഓഫ് ഹോസ്പിറ്റൽ സിസ്റ്റം ആസ് ഹോൾ, അതായത് എന്താണ് ഹോസ്പിറ്റലിലെ മൊത്തം ടോട്ടൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കണം. അതുപോലെ ഡിറ്റർമിനേഷൻ ഓഫ് ഇന്റർനാഷണൽ പോളിസി, ഇന്റർനാഷണൽ പോളിസികളും മറ്റും ഡിറ്റർമിനേഷൻ ചെയ്യാവുന്ന. ഇനി ഇന്റർനാഷണൽ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇന്റർനാഷണൽ ലെവല്, അതായത് അന്താരാഷ്ട്രപരമായിട്ടുള്ള ഒരു ഹോസ്പിറ്റല്, ചിലപ്പോ അവരുടെ ട്രീറ്റ്മെന്റ്സിന്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ചിലപ്പോ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള മറ്റ് അബ്രോഡിലുള്ള ഒരു ഡോക്ടേഴ്സ് ആയിട്ടൊക്കെ കണക്ഷൻസ് ഒക്കെ ഉണ്ടാകും. എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റു ടെക്നോളജികൾ ഉപയോഗിക്കുന്നതിലോ അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് ഇന്റർനാഷണൽ പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഇന്റർനാഷണൽ പോളിസി ആയിട്ട് ഡോക്ടേഴ്സ് തമ്മിലൊക്കെ ഇന്റർനാഷണൽ പരമായിട്ടുള്ള അബ്രോഡിലായിട്ടുള്ള ഡോക്ടേഴ്സ് തമ്മിൽ ചിലപ്പോ ചികിത്സാപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനോ അന്വേഷിക്കാനോ ഒക്കെ ആയിട്ട് അവർ തമ്മിലുള്ള ഒരു കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, ദെൻ regulations for operations of hospital, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്കുള്ള റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് രൂപീകരിക്കുക. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആർക്കിടെക്ചറൽ കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ആർക്കിടെക്ചറൽ കൺട്രോൾസ്, അതായത് എന്താണ് ഹോസ്പിറ്റലിന്റെ ആ ഒരു നമ്മള് ഇപ്പൊ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിലും ആ ഒരു വാസ്തു നിയന്ത്രണങ്ങള്, വാസ്തുവിദ്യ എങ്ങനെയൊക്കെയാണ് അതിന്റെ സ്റ്റാൻഡേർഡ്സ്, പുതിയ ബിൽഡിങ്സ് ഒക്കെ പണിയാനുണ്ടെങ്കിലോ പുതിയ സെക്ഷൻ നിർമ്മിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ തീരുമാനിക്കല്, അതായത് ആർക്കിടെക്ചറലൊക്കെ
എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക, അതിന്റെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും തീരുമാനിക്കുക. അപ്പൊ ഇത്രയുമാണ് കാറ്റഗറി 1 ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ജസ്റ്റ് ആ പേര് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നൊന്നും മാത്രം. സോ കാറ്റഗറി 1 ഒരു പ്രാവശ്യം കൂടി വായിക്കാം. Preparation of hospital legislation, planning of the hospital system as board, determination of international policy, regulation for the operation of hospitals, establishment of architectural control and standards. Okay. Then clear ആണോ ഒന്നാമത്തെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ? മൂന്നെണ്ണം പറഞ്ഞതിന് ശേഷം വായിപ്പിക്കാം കേട്ടോ. Then category 2. ഇനി കാറ്റഗറി 2 വരുന്നത് എന്തൊക്കെയാണെന്ന്. Application of hospital legislation and social assistance provision by the authorities responsible for management of hospital services, whether they are local or regional, public or private. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കുറച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല, കാരണം കുറച്ച് വളച്ചൊടിച്ചൊക്കെയാണ് സെന്റൻസ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് മാക്സിമം സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. Applications of hospital legislations and social assistance provisions. അതായത് സോഷ്യൽ അസിസ്റ്റൻസ് പ്രൊവിഷൻസ് മീൻസ് സാമൂഹികപരമായിട്ടുള്ള അസിസ്റ്റൻസുകൾ, സഹായം ലഭ്യമാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ മുൻകൂട്ടി ചെയ്യുക എന്ന്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്, എക്സാമ്പിൾ അല്ല, ലോക്കൽ, റീജിയണൽ, പബ്ലിക് ഓർ പ്രൈവറ്റ്. അതായത് ഇപ്പോൾ ലോക്കലിലാണെങ്കിലും പ്രാദേശികപരമായിട്ടാണെങ്കിലും റീജിയണൽ പരമായിട്ടാണെങ്കിലും ഇനി പബ്ലിക് പൊതുവായിട്ടാണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന സാമൂഹികപരമായിട്ടുള്ള അസിസ്റ്റൻസുകൾ, സഹായങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് റെഡിയാക്കി സജ്ജീകരണങ്ങൾ ചെയ്യുക. അതും അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മെഡിക്കൽ ക്ലെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന സൊസൈറ്റിയിലെ ഒരു അസിസ്റ്റന്റ് ആണ് അല്ലെ, പേഷ്യൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു ഹെൽപ്പാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, മൂന്നാമത്തെ കാറ്റഗറി നോക്കാം. രണ്ടാമത്തേൽ നിങ്ങൾ കാറ്റഗറി 2 എന്നൊന്ന് എഴുതി വെക്കണം കേട്ടോ. രണ്ടാമത്തെ പോയിന്റിന്റെ നേരെ കാറ്റഗറി 2 എന്നൊന്ന് എഴുതി വെക്കണേ. കാറ്റഗറി 2 എന്ന് എഴുതി വെക്കാം കേട്ടോ. രണ്ടാമത്തെ പോയിന്റിന്റെ നേരെ എഴുതിയോ? ഓക്കെ, ഇനി മൂന്നാമത്തെ കാറ്റഗറി 3 എന്നും കൂടി ഒന്ന് കൊടുത്തേക്കാം. മൂന്നാമത്തെ പോയിന്റിന്റെ അവിടെ കാറ്റഗറി 3 എന്ന് കൊടുക്കുക. ഇനി കാറ്റഗറി 3 ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. ഡെയിലി റണ്ണിംഗ് ഓഫ് ദ ഹോസ്പിറ്റൽ ബൈ administrative staff concerned with the personal, finance, accounts and technical services. അതായത് ഹോസ്പിറ്റലിന്റെ റണ്ണിംഗ് ഓഫ് ഹോസ്പിറ്റൽ ബൈ ഡെയിലി റണ്ണിംഗ് പ്രവർത്തനങ്ങൾ, അതായത് ഓരോ ദിവസവും ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ ഫിനാൻസ്, അക്കൗണ്ട്സ്, മറ്റു ടെക്നിക്കൽ ആയിട്ടുള്ള സേവനങ്ങളും ഡെയിലി ഉള്ള സർവീസസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ കാറ്റഗറി. 3 കാറ്റഗറിയാണ് നമ്മൾ വായിച്ചത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഓരോ കാറ്റഗറിയിലും എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് ഓരോ കാറ്റഗറിയും വായിക്കുക, കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? 3 കാറ്റഗറി കേട്ടോ. ക്ലിയർ ആണോ? വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം.
റോൾ പ്രൊഫൈൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ നമ്മൾ ഈ അഡ്മിനിസ്ട്രേറ്ററെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ, ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി നമുക്ക് അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു റോൾ പ്രൊഫൈലാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തൊക്കെ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ജസ്റ്റ് ഒരു പ്രൊഫൈലാണ് ഇനി പഠിക്കാനായിട്ടുള്ളത്. നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണെ, എബിലിറ്റി ടു സീ ahead and plan accordingly. നോക്കാം, പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ വൈൽ മാനേജിങ് ദ പ്രസന്റ് അല്ലെ. അതായത് എബിലിറ്റി ടു സീ ahead, plan accordingly, നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. എങ്ങനെ? പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ വൈൽ മാനേജിങ് ദ പ്രസന്റ്, പ്രസന്റില ഇപ്പോഴത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫ്യൂച്ചറിലെ കാര്യങ്ങളും കൂടി ഓൾറെഡി അദ്ദേഹം പ്ലാൻ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്നത് എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് അക്സെപ്റ്റ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്, ബീയിങ് ആൻ ഏജന്റ് ഓഫ് ചേഞ്ച്. എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് അക്സെപ്റ്റ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ് അല്ലെ, എബിലിറ്റി അതായത് പുതിയ പുതിയ ആശയങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും ഇനി പുതിയ ക്രിയേറ്റീവ് ഐഡിയാസിനെ നമ്മള് അദ്ദേഹം തന്നെ സ്വയം പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ് നിർമ്മിക്കാനും പുതിയതിനെ നമ്മൾ സ്വീകരിക്കാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ബീയിങ് ആൻ ഏജന്റ് ഓഫ് ചേഞ്ച്, അതായത് ഒരു മാറ്റത്തിനായിട്ടുള്ളത് അല്ലെ, അതായത് നമ്മൾ ഒരു മാറ്റങ്ങൾ പുതിയതിനെ സ്വീകരിക്കാനും അല്ലെങ്കിൽ ഒരു മാറ്റം ചേഞ്ചസ് ഉണ്ടായിരിക്കണം എന്ന്. എപ്പോഴും ഒരേ പ്രവർത്തനങ്ങൾ തന്നെ മുന്നോട്ട് പോകാതെ അതിലെ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുകളൊക്കെ കൊണ്ടുവരാനും ഉള്ളൊരു കഴിവ് ഉണ്ടായിരിക്കണം. Then willingness to take risk to get the new ideas accepted and implemented. ഇനി പുതിയ ഐഡിയാസും മറ്റും നമ്മൾ ഇംപ്ലിമെന്റ് നടത്തിക്കുമ്പോഴും അതിന് അക്സെപ്റ്റ് ചെയ്യുമ്പോഴും വരുന്ന റിസ്കുകൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിരിക്കണം എന്ന്, വില്ലിങ്നെസ് ആയിരിക്കണം എന്ന്. കാരണം നമ്മൾ കൊണ്ടുവരുന്ന ചിലപ്പോ പുതിയ ഏതെങ്കിലും പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു, ചിലപ്പോ അത് സക്സസ് ആവണമെന്നില്ല, എല്ലാം സക്സസ് ആവണമെന്നൊന്നുമില്ലല്ലോ. സോ അങ്ങനെ എന്തെങ്കിലും റിസ്കുകൾ വന്നാൽ ആ റിസ്കിനെ നമ്മള് അല്ലെങ്കിൽ ആ റിസ്കിനെ നമ്മള് എന്താ പറയാ, റിസ്ക് നമ്മള് എങ്ങനെയാണോ അത് റിസ്ക് നമ്മള് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് കൂടി ഉണ്ടായിരിക്കണം എന്ന്. ഇപ്പൊ ഒരു നമ്മൾ ഏതൊരു ഫീൽഡിലാണെങ്കിലും ചിലപ്പോ അത് നമുക്ക് സക്സസ് ആയേക്കാം, അല്ലെങ്കിൽ സക്സസ് ആവണമെന്നില്ല. സോ ആ റിസ്ക് ഏറ്റെടുക്കാനും കൂടി അദ്ദേഹത്തിന് ഒരു കഴിവ് ഉണ്ടായിരിക്കണം. Then ability to analyze, synthesize and integrate diverse information എന്നാണ് പറയുന്നത്. അതായത് എബിലിറ്റി ടു അനലൈസ്, നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇൻഫോർമേഷൻസുകള് വിശകലനം ചെയ്യാൻ, അനലൈസ് ചെയ്യാനും അതിന് സിന്തസൈസ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഇന്റഗ്രേറ്റ് ചെയ്ത് സമന്വയിപ്പിക്കുക. പല പല ആശയങ്ങൾ ഉണ്ടാകും, അതിൽ നിന്ന് ഒരു സമന്വയിപ്പിച്ച് ഏതാണോ നല്ലത് അത് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. Then sense of equality, fairness and social justice in all dealings with and outside the hospitals. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾക്കാണെങ്കിലും ഹോസ്പിറ്റലിന്റെ പുറത്താണെങ്കിലും എല്ലാ ഡീലിങ്സും, അതായത് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമല്ലോ, അതില് ഒരു സെൻസ് ഓഫ് ഇക്വാളിറ്റി, എല്ലാവരോടും ഒരേപോലെ അല്ലെ, ഒരു ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം, ഒരു സാമൂഹിക ബോധം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ഒരു എല്ലാവരോടും ഒരേപോലെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. അല്ലാതെ ഇപ്പോൾ ചില ആളുകളുണ്ട് അല്ലെ, ഇപ്പൊ നമ്മള് രാഷ്ട്രീയമാണെങ്കിലും മറ്റേത് ഇതൊക്കെയാണെങ്കിലും ചിലവർ ഈക്വൽ ആയിട്ട് കാണില്ല അല്ലെ. അതായത് ജനങ്ങള് നമ്മള് ഹോസ്പിറ്റലിൽ വരുന്ന ആളുകളെ ഒരുപോലെ കാണാന്ന്, എല്ലാവരോടും ഈക്വൽ ആയിട്ടുള്ള നിയമങ്ങള് ഒരേപോലെ എല്ലാവർക്കും കൊണ്ടുവരാനായിട്ടും സാധിക്കണം. നോളജ്, സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്, അറിവുണ്ടായിരിക്കണം, കഴിവ് വേണം. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയില് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. Then ability to delegate, making effective use of own time and that of others. Ability to delegate അല്ലെ, ability to delegate എന്ന് പറയുന്നത് എന്താണ്, മീൻസ് നിയോഗിക്കാൻ, ഡെലിഗേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പൊസിഷനിൽ ഓരോരുത്തരെ നിയമിക്കാനായിട്ടുള്ള ഒരു കഴിവ്. അതുപോലെ തന്നെ മേക്കിംഗ് ഇഫക്റ്റീവ് യൂസ് ഓഫ് ഓൺ ടൈം, ആ അഡ്മിനിസ്ട്രേറ്ററിന്റെ തന്റെ സമയം നല്ല രീതിയിൽ ചിലവഴിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവര് ആൻഡ് ദാറ്റ് ഓഫ് അതേഴ്സ്, ഇപ്പൊ നമ്മുടെ സമയം അല്ലെ, അതായത് മറ്റുള്ളവരുടെ സമയവും തന്റെ സമയവും ഒരേപോലെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം.
Then good personal motivation and ability to motivate the people working in the hospital. സ്വയം ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എന്താണ് കൂടെ വർക്ക് ചെയ്യുന്ന ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്റെ കൂടെയുള്ള കൊളീഗ്സ് അല്ലെ, തന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികള് സ്റ്റാഫുകളോടും ഒരു മോട്ടിവേഷൻ ഒക്കെ അവർക്ക് കൊടുത്തിരിക്കണം. Then last one, ability to review and evaluate, make adjustment as necessary. Ability to review, ഓരോ പ്രവർത്തനങ്ങളെയൊക്കെ വിലയിരുത്താനും അത് അവലോകനമൊക്കെ ചെയ്യാനായിട്ടുള്ള കഴിവ് ഉണ്ടായിരിക്കണം. Then മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് ആസ് നെസസറി. ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സുകൾ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ അതിനോടും തയ്യാറായിരിക്കണം. അല്ലാതെ താൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതല്ല. റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ, അതിൽ മാറ്റങ്ങളൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അതിനും ആള് തയ്യാറായിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ പ്രൊഫൈൽ, അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം എന്നാണ് ഈ പോയിന്റ്സിലൂടെ പറയുന്നത്. ക്ലിയർ ആണോ? പോയിന്റ്സുകള് വായിച്ചിട്ട് ഓക്കെ ആണോ? ഞാൻ വായിപ്പിക്കാട്ടോ ഒരു പ്രാവശ്യം. ക്ലിയർ ആണോ? എന്ത് റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? ഇവിടെ ഉണ്ടോ ക്ലാസ്സില്? എല്ലാരും ഇല്ലേ ക്ലാസ്സില്? ഓക്കെ, ഇടയ്ക്ക് ഞാൻ ചോദിക്കണമല്ലോ, ക്ലാസ്സിൽ തന്നെ ഉണ്ടോ എല്ലാവരും? അനക്കൊന്നും കേൾക്കണില്ല, റെസ്പോൺസ് ഒന്നും ഇല്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇനി മനസ്സിലാവാഞ്ഞിട്ടാണോ റെസ്പോൺസ് ചെയ്യാതിരിക്കുന്നത്? അല്ല, ആണ്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. റോൾ പ്രൊഫൈൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ സിമ്പിൾ ആണത്. ഇത് ബൈ ഹാർട്ട് ഒന്നും ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും റോൾ പ്രൊഫൈൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ പഠിക്കണോട്ട്. അത് ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട, നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി പോയിന്റ്സുകള്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. വീണ്ടും അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളിനെ കുറിച്ച് ചെറിയൊരു കാര്യമാണ് പറയുന്നത്. ദി അഡ്മിനിസ്ട്രേറ്റർ റിപ്പോർട്ട്സ് ടു ദ ഗവേണിംഗ് ബോഡി. അഡ്മിനിസ്ട്രേറ്റർ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരെ ഗവേണിംഗ് ബോഡിക്കാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഡിസ്റ്റർബ്സ് എന്തെങ്കിലും ഉണ്ടോ വായിക്കുമ്പോ? സൗണ്ട്സ് എന്തെങ്കിലും കേൾക്കണം, മറ്റെന്തെങ്കിലും ഡിസ്റ്റർബ്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ. The administrator reports to the governing body or other higher authority such as director, health service, secretary to government, etc. ഇനി അഡ്മിനിസ്ട്രേറ്റർ എന്തെങ്കിലും പ്രോബ്ലംസ് അവിടെ ഉണ്ടെങ്കിൽ നേരെ ഗവേണിംഗ് ബോഡിക്കാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഗവേണിംഗ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറോ അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് സർവീസ് സെക്രട്ടറി, ഇവരെയൊക്കെ നമ്മൾ വിവരം അറിയിക്കണം അഡ്മിനിസ്ട്രേറ്റർ. നെക്സ്റ്റ് വൺ, persons reporting directly to administrator. Persons reporting directly to administrator. അതായത് അഡ്മിനിസ്ട്രേറ്റർക്ക് നേരിട്ട് റിപ്പോർട്ട്സ് ചെയ്യുന്ന വ്യക്തികൾ. അതായത് ഇപ്പൊ മറ്റു ഡിപ്പാർട്ട്മെന്റ്സുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്, അസോസിയേറ്റ് അസിസ്റ്റൻസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, coordinator community health programs, principal school of nursing work,
ദർ ഇസ് എ സ്കൂൾ ഓഫ് നഴ്സിംഗ്. അപ്പോ ഇവരെല്ലാമാണ് ഡയറക്റ്റ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്ററിന്റെ പരാതികൾ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ. ആരൊക്കെയാണ്? ഒരു ഓർത്ത് വെക്കണേ, സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഡയറക്റ്റ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ. മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിൽ സൂപ്രണ്ട് എന്ന് പറയാറുണ്ട് ഇല്ലേ? പറയാറില്ലേ? സൂപ്രണ്ട് എന്നല്ലേ പറയാ? നോർമലി നമ്മൾ പറയുമ്പോൾ സൂപ്രണ്ട് എന്നല്ലേ പറയാ? യെസ്, അത് തന്നെയാണ് ഇത്. സൂപ്പറിൻറ്റൻഡന്റ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത്. സൂപ്രണ്ട് എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്ത് പറയുന്നത് എപ്പോഴും. ഓക്കെ, സോ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്, അസോസിയേറ്റ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, കോർഡിനേറ്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാംസ്, പ്രിൻസിപ്പൾ, സ്കൂൾ ഓഫ് നഴ്സിംഗ്. അതായത് ആ ഹോസ്പിറ്റലിൽ തന്നെ സ്കൂൾ ഓഫ് നഴ്സിംഗ് ഉണ്ട് എങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൾ. ഇപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഹോസ്പിറ്റലിൽ തന്നെ സ്കൂൾ ഓഫ് നഴ്സിംഗ്സ് ഒക്കെ ഉള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടോ? നിങ്ങളുടെ അടുത്തുണ്ടോ? അവിടെ തന്നെ നഴ്സിംഗ് പഠിക്കുന്നത് വിദ്യാർത്ഥികള് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഹോസ്പിറ്റലിന്റെ ഒപ്പം തന്നെ. സോ അവർക്ക് പഠിച്ചിറങ്ങുമ്പോൾ ട്രെയിനിങ്സും കാര്യങ്ങളും ആ സെയിം ഹോസ്പിറ്റലിൽ തന്നെ അവർക്ക് ലഭിക്കും. ആരുടെ അടുത്തില്ല സ്കൂൾ ഓഫ് നഴ്സിംഗ് ഉള്ളത്? ഉണ്ടോ? നിങ്ങൾക്ക് അറിയില്ല എന്നിട്ടാണോ? ഇനി എന്ത്? ഓക്കെ, കീർത്തി എവിടെയാ വീട്? കീർത്തിയുടെ അമല കോളേജ് തൃശ്ശൂരാണോ? ഓക്കെ, ഓക്കെ അമല. ഓക്കെ. ദെൻ അങ്ങനെ ഓരോ ഹോസ്പിറ്റലും, എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവണമെന്നില്ല കേട്ടോ. ചില ഹോസ്പിറ്റലുകൾക്ക് അവരുടെ തന്നെ എന്താണ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഒക്കെ ഇന്ന് ഉണ്ട്. അപ്പൊ അവിടെ ഉള്ള പ്രിൻസിപ്പൾക്കും ഇതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട്സ് ചെയ്യാവുന്നത്. ഓക്കെ, ദെൻ പിന്നെ നമ്മളുടെ ഇവിടെയും ഇതുപോലെ നമ്മുടെ അടുത്ത് തന്നെ പരിസരങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സ്കൂൾ ഓഫ് നഴ്സിംഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ എറണാകുളം ഉള്ളവരുണ്ടോ? ആരെങ്കിലും നമ്മളുടെ അടുത്തുള്ളവരുണ്ടോ? എല്ലാവരും ദൂരെയാണെന്ന് തോന്നുന്നു അല്ലെ? ഉണ്ട്. ഓക്കെ, ഷഹനാസ് എവിടെയാ വീട്? എറണാകുളം ആണോ? ആലുവ. ഓക്കെ, ആലുവ ഉണ്ടല്ലോ, സ്കൂൾ ഓഫ് നഴ്സിംഗ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ? ഓക്കെ, ദെൻ തിരുവനന്തപുരം. ഓരോരുത്തരും എല്ലാവരും എന്താ പറയാ പല പല സ്ഥലങ്ങളിൽ നിന്നാണ് അല്ലെ? ഓക്കെ, ദെൻ ഇനി അപ്പൊ ആരൊക്കെയാണെന്നൊന്ന് പഠിക്കണേ. പേഴ്സൺസിനെ പഠിച്ചു വെക്കണം കേട്ടോ, പേരുകൾ നോക്കി വെക്കുക. ഇനി നെക്സ്റ്റ് അടുത്തൊരു സെക്ഷൻ ആണ് മാനേജ്മെന്റ്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനേജ്മെന്റിനെ കുറിച്ചാണ്. മാനേജ്മെന്റിനെ കുറിച്ചാണ് ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേഷനിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന മീൻസ് അഡ്മിനിസ്ട്രേഷൻസിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ് മാനേജ്മെന്റ് അല്ലെ? സോ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചർ കണ്ടോ എല്ലാവരും? ടെക്സ്റ്റിലുണ്ടോ? പിക്ചർ ഇല്ലേ ടെക്സ്റ്റില്? ഹെൻറി ഫയോൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹമാണ് മാനേജ്മെന്റിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. ദെൻ അദ്ദേഹം മാനേജ്മെന്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കുറച്ച് പറയുന്ന കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അല്ലെ? നോക്കാം. മാനേജ്മെന്റ് എന്താണ്? മാനേജ്മെന്റ് എന്ന് ഹെൻറി ഫയോള് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പരാമർശിച്ചിരിക്കുന്നതാണ്. മാനേജ്മെന്റ് ഈസ് ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ആക്ടിവിറ്റീസ് ഓഫ് അതേഴ്സ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം, എക്സാമിന് കോട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ആളുടെ പേരും ഓർത്ത് വെക്കണേ, ഹെൻറി ഫയോൾ. പേരിത്തിരി നല്ല പേരല്ലേ? ഇഷ്ടായോ? പെട്ടെന്ന് ഓർത്തിരിക്കാനൊന്നും പറ്റൂല, എങ്കിലും നല്ല പേരല്ല, അത്യാവശ്യം നല്ല പേരൊക്കെയാണ് അല്ലെ? കുറച്ച് റയറാണ് അല്ലെ? ഹെൻറി ഫയോള് നോക്കാം. അപ്പൊ അദ്ദേഹം ഹെൻറി ഫയോള് മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നത്, മാനേജ്മെന്റ് ഈസ് ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ആക്ടിവിറ്റീസ് ഓഫ് അതേഴ്സ്. എന്താണ് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ആക്ടിവിറ്റീസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുക അല്ലെ? ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ആ ഓർഗനൈസേഷനിൽ ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യണം അല്ലെ? ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യാന്ന് നമ്മൾ പറയാറില്ലേ അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യണം? മാനേജ് ചെയ്യാന്ന് പറയും. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക, അവരെന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം അല്ലെ? സോ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? ടു ഫോർകാസ്റ്റ് ചെയ്യുക, പ്രവചിക്കുകയാണ്. അതായത് ഓരോരുത്തരും ഇന്ന കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് പറഞ്ഞു കൊടുക്കുക അല്ലെ? ഓരോ സ്റ്റാഫുകളും അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം.
ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്. കമാൻഡ് ചെയ്യുന്നതാണ് അല്ലെ, പ്രവർത്തനങ്ങൾ പ്രവചിക്കണം, അതുപോലെ തന്നെ അത് പ്ലാൻ ചെയ്യണം, ദെൻ അതിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യണം, സംഘടിപ്പിക്കണം പ്രവർത്തനങ്ങളെ. ദെൻ നമ്മൾ കമാൻഡ് ചെയ്യുന്നതാണ് ഓരോ വ്യക്തികളോടും ഇന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ഡ്യൂട്ടിയാണ് അപ്പൊ നിങ്ങൾ ആ ഡ്യൂട്ടി ചെയ്ത് തീർക്കണം അല്ലെ, കമാൻഡ് ചെയ്യണം. ദെൻ കോർഡിനേറ്റ് ചെയ്യണം, ദെൻ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യാം. അപ്പൊ നമ്മള് അതിനെയാണ് നമ്മൾ ടോട്ടൽ ആയിട്ട് എന്ത് വിളിക്കുക, മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. കോമൺ ആയിട്ട് നമ്മൾക്ക് ഇത് വായിക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസൂത്രണങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം, ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടീസുകൾ കൊടുക്കണം അല്ലെ. ഇനി അത് ചെയ്യാൻ വേണ്ടി അവരെ കമാൻഡ് ചെയ്യണം, ദെൻ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കണം, എല്ലാവരെയും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം, ദെൻ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഓക്കെ, ദെൻ ഒന്ന് വായിച്ചു നോക്കിയേ, ആ ഹെൻറി ഫയോളിന്റെ കോട്ട് ഒന്ന് വായിക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് പോണം വായിക്കുമ്പോ. കംപ്ലീറ്റ് ചെയ്തോ, വായിച്ചോ? ഓക്കെ, ദെൻ ഇനി നമ്മൾ മാനേജ്മെന്റിനെ കുറിച്ചാണ് വീണ്ടും പഠിക്കാനായിട്ട് പോകുന്നത്. മാനേജ്മെന്റ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ശ്രദ്ധിക്കാം കേട്ടോ. മാനേജ്മെന്റ് ഈസ് ആൻ ഓൾഡ് പ്രോസസ് ആൻഡ് ഹാസ് എക്സിസ്റ്റഡ് എവർ സിൻസ് man has been organized into communities. അല്ലെ, it is sometimes thought to be process of the 20th century, but this is not so. Where and whenever people have worked together in groups to grow crops, to buy and sell, to wage wars, to build a temple, there was a involvement of management. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് മാനേജ്മെന്റ് എന്നുള്ളത് ഒരു ഓൾഡ് പ്രോസസ് ആണെന്ന് അല്ലെ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലഘട്ടങ്ങളിൽ തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. പക്ഷെ അതിന് ഇന്നുള്ള പോലെ ഒരു മാനേജ്മെന്റോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷനോ എന്നുള്ള രീതിയിലൊന്നും പേരൊന്നും ആയിട്ടില്ല. എങ്കിലും പഴയ കാലങ്ങളിൽ തന്നെ പഴയ കാലത്ത് തന്നെ ഇങ്ങനെ ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം നിലനിൽക്കുന്നുണ്ട്. ഇനി പറയുന്നത് man has been organized into community. മനുഷ്യൻ ഒരു സമൂഹത്തിലെ അംഗമായിട്ട് ജീവിച്ചു തുടങ്ങിയ ആ ഒരു ഘട്ടത്തിൽ തുടങ്ങി ഇങ്ങനെ ഒരു മാനേജ്മെന്റ് പ്രോസസ് എന്നുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് സം ടൈം തോട്ട് ടു ബി പ്രോസസ് ഓഫ് 20th century അല്ലെ. അതായത് ഒരു 20ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കാണ് ഈ ഒരു മാനേജ്മെന്റ് എന്നുള്ള ഒരു പ്രക്രിയ നിലനിന്നു വന്നത്. Then where and whenever people have worked together in a groups to grow crops, but to buy and sell, to wage wars, to build a temple, there was a involvement of management. അല്ലെ, അതായത് പണ്ട് മനുഷ്യൻ എങ്ങനെയായിരുന്നു? ആദിമകാലത്ത് പഠിച്ചിട്ടില്ലേ? സോഷ്യൽ സയൻസില് പഠിച്ചിട്ടുണ്ടോ? പ്രാചീനശീലായുധം എന്നൊക്കെ പറഞ്ഞേ പഠിച്ചിട്ടുണ്ടോ? സോഷ്യലില് ഓർക്കണുണ്ടോ? പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയിട്ട് എടുക്കാട്ടോ. പഠിച്ചിട്ടില്ലേ? പണ്ട് അവൻ എങ്ങനെയായിരുന്നു? കല്ലുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി കാട്ടിൽ വേട്ടയാടി അല്ലെ. അന്ന് ഇങ്ങനെ ഒരു ശരിയായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിലോട്ട് അവൻ എത്തിയിട്ടില്ല അല്ലെ. ഇങ്ങനെ കാട്ടിലെ ഭക്ഷ്യ വസ്തുക്കളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് അല്ലാതെ അവനൊരു കുടുംബം എന്നുള്ള ഒരു രീതി വന്നത് ഒരു 20th century ഒക്കെ ആയപ്പോഴാണ് അവൻ സൊസൈറ്റിയില് കമ്മ്യൂണിറ്റിയുമായിട്ട് അല്ലെ, അല്ലെങ്കിൽ മനുഷ്യൻ ആ ഒരു സൊസൈറ്റിയിലെ അംഗമായിട്ട് മാറിയത് ഒരു 20th century ആയപ്പോഴാണ്. സോ അറ്റ് ദാറ്റ് ടൈമില് മനുഷ്യൻ ഒരുമിച്ച് ടുഗദർ ഇൻ ഗ്രൂപ്സ് ടു ഗ്രോ ക്രോപ്സ്, അവര് കൃഷി ചെയ്യാൻ തുടങ്ങി അല്ലെ. കൃഷി ചെയ്യാൻ തുടങ്ങി, ദെൻ അത് സെല് ചെയ്യാൻ തുടങ്ങി, ദെൻ വേജസ് വാർ, യുദ്ധങ്ങൾ വന്നു തുടങ്ങി, അമ്പലങ്ങൾ ടെമ്പിൾസ് ഒക്കെ പണിയാൻ തുടങ്ങി. സോ ആ ഒരു ടൈമില് ഈ ഒരു മാനേജ്മെന്റ് എന്നുള്ള ഒരു പ്രോസസ്സും ആ ഒരു ടൈമിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതുപോലെ ഇപ്പൊ അവൻ കൃഷി ചെയ്യാൻ തുടങ്ങി, ഇനി സാധനങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളത് വിൽക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ യുദ്ധങ്ങളൊക്കെ വന്നപ്പോ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ എങ്ങനെ നമുക്ക് പോരാളിനെ കീഴ്പ്പെടുത്താം അല്ലെ. അപ്പോ എന്നുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ അവിടെ വന്നു അല്ലെ. അതിലേക്ക് തന്നെ നമുക്ക് പണ്ട് കാലത്തെ മാനേജ്മെന്റ് എന്ന് വിളിക്കാം.
എക്സാമ്പിൾ പറയുകയാണെങ്കിലേ നിങ്ങൾ പണ്ട് കാലത്ത് നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഒരു നാട്ടിലൊരു പ്രശ്നമൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി കൂടിച്ചേർന്നിട്ട് ഒരു സംഘമൊക്കെ കൂടിച്ചേരും ഇല്ലേ? കണ്ടിട്ടുണ്ടോ? ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താ പറയാ, നാട്ടുകൂട്ടം എന്നൊക്കെ പറയും നമ്മള് അല്ലെ? ഏത് ഫിലിമിലാണ് കണ്ടിരിക്കുന്നത്? നാട്ടുകൂട്ടമൊക്കെ കൂടും. കണ്ടിട്ടില്ലേ? ഫിലിംസിലൊക്കെ കാണാറില്ലേ? നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? ഫിലിമിൽ നിങ്ങൾ കാണാറില്ലേ? എനിക്ക് തോന്നുന്നു പഴയ ഫിലിമിലൊക്കെയാണ് കുറച്ചും കൂടി കാണുന്നത് ഈ നാട്ടുകൂട്ടം കൂടുതൽ. തേന്മാവിൻ മുഖത്ത് അല്ലെ? എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. കണ്ടിട്ടില്ലേ എല്ലാവരും? സിനിമയൊക്കെ കാണാറില്ലേ? തേന്മാവിൻ കൊമ്പത്തില്ലേ? നമ്മുടെ മോഹൻലാലിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നല്ലൊരു സിനിമയാണ് അല്ലെ? അപ്പൊ അതിലിങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ആ കമ്മ്യൂണിറ്റിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തും അല്ലെ? അപ്പൊ അതിലൊരാള് ഹെഡായിട്ട് നിൽക്കും. ദെൻ അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അത് ലീഡ് ചെയ്യണം അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും ആ നാട്ടുകൂട്ടത്തില്. അപ്പൊ അതൊക്കെയായിരുന്നു അന്നത്തെ കാലത്തെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതുപോലെ അവരിപ്പോ കൃഷി ചെയ്യണം, അല്ലെങ്കിൽ കൃഷി ഇറക്കിയ സാധനങ്ങൾ വിൽക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു യുദ്ധം വരണയാണ്. സോ ഇങ്ങനെയൊക്കെ ഒരു കൂട്ടം ചേർന്നിട്ട് എങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം, കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് തുടങ്ങിയിട്ടത്. അപ്പൊ പണ്ട് കാലത്തുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് ഇന്നത്തെ കാലഘട്ടത്തിലോട്ട് എത്തിയപ്പോഴാണ് ഇങ്ങനെ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് എന്നൊക്കെ പേരുകൾ വന്നു തുടങ്ങിയത്. ക്ലിയർ ആയ സെക്ഷൻ? അതായത് പഴയ കാലത്തും ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഫിലിമിലെ എക്സാമ്പിളും കൂടി പറഞ്ഞപ്പോ ഓക്കെ ആയോ? ഓക്കെ. നിങ്ങൾക്ക് ഇടയ്ക്ക് ഇതുപോലെ എന്താ പറയാ, ഞാൻ ഇപ്പോഴും എക്സാമ്പിൾ പറഞ്ഞത് ഏതെങ്കിലും ഫിലിമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ പറയുള്ളൂ കേട്ടോ. കാരണം അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പം മനസ്സിലാകുള്ളൂ അല്ലേ? ആണോ? ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫിലിം, വേറെ നിങ്ങൾ ബുക്സ് വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ, ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും യാതൊരു ഐഡിയ ഉണ്ടാവില്ല അല്ലെ? അതിലും നല്ലത് എളുപ്പം ഏതെങ്കിലും ഫിലിമായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ. ഇനി ഫിലിം ഒന്നും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ അതാണ് പഴയ കാലത്ത് തുടങ്ങി ഈ ഒരു മാനേജ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. മാനേജ്മെന്റ്, the most comprehensive way to define management is. ഇനി മാനേജ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. Management is a key process. The function of management is to enable our patient, doctor, nurse team to do their job as easily, efficiently, economically, effectively, and humanly as possible, so that they can develop and maintain a caring environment within the hospital. മാനേജ്മെന്റ് എന്താണെന്നുള്ളൊരു ചെറിയൊരു ഡെഫിനിഷൻ പോലെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? മാനേജ്മെന്റ് എന്നുള്ളത് ഒരു കീ പ്രോസസ്, ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ്. The function of management is to enable our patient, doctor, nurse team to do their job easily. So ഈ ഒരു the function of മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസും ഡോക്ടറും നഴ്സിംഗ് ടീമും, അതായത് ഒരു ഹോസ്പിറ്റലിലെ ഓൾ ആയിട്ടുള്ള ടീമുകളുടെ ജോബ് ഈസിലി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Then efficiently, economically, effectively, and as humanly as possible, so that they can develop and maintain caring environment within the hospital. ഇവിടെ എന്താ പറയുന്നത്? അതായത് ഇപ്പൊ ഡോക്ടേഴ്സിന്റെയും പേഷ്യൻസിന്റെയും അതുപോലെ നഴ്സിംഗ് അവരുടെ ജോലികൾ പെട്ടെന്ന് എളുപ്പത്തിലും കാര്യക്ഷമമായിട്ടും അല്ലെങ്കിൽ എന്താണ് ഹെൽപ്ഫുൾ ആയിട്ടും നമുക്ക് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാനും ആ ഹോസ്പിറ്റലിനുള്ളിലുള്ള ആ ഒരു കെയറിംഗ് എൻവയോൺമെന്റ് സൃഷ്ടിക്കാനും ഈ ഒരു മാനേജ്മെന്റ് വഴി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തത് വീണ്ടും മാനേജ്മെന്റിനെ കുറിച്ചൊരു ഡെഫിനിഷൻ ആണ്. 3 കാര്യങ്ങളാണ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത്, it is defined as the process of organizing, using and controlling human activities. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ഓർഗനൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെന്റ്. ആൻഡ് അതർ റിസോഴ്സസ് ടുവേർഡ്സ് സ്പെഷ്യൽ എൻഡ്. എന്താണ് പറയുന്നത്? അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുക, റിസോഴ്സസിനെ നല്ല രീതിയിൽ ഉപയോഗിപ്പിക്കുക എന്നുള്ളതാണ് എന്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Then മൂന്നാമതായിട്ട് പറയുന്നത്, മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് whereby resources in terms of people, finance, equipment and facilities are mobilized, ideally in an efficient and effective manner, to serve the purpose of an institution. എന്താണ് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു സ്ഥാപനത്തിന്റെ എന്താണ് ഉദ്ദേശങ്ങൾ, ഒരു പർപ്പസ്, ഉദ്ദേശങ്ങൾ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റാനായിട്ടുള്ള നല്ല രീതികൾ അല്ലെ, ഫിനാൻസ് ആയിട്ടും എക്യുപ്മെന്റ്സ് ആയിട്ടും ഫെസിലിറ്റീസുമായിട്ടും ഇങ്ങനെയുള്ള നല്ല രീതികൾ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ 3 രീതിയിൽ മാനേജ്മെന്റ് എന്താണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റത്തെ ഹെൻറി ഫയോളിന്റെ ഇത് പഠിക്കണം. അതുപോലെ തന്നെ ഈ 3 ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഡെഫിനിഷൻസ് ആണ് 3. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ, മനസ്സിലാക്കി വായിക്കാം. ലാസ്റ്റ് ഡെഫിനിഷൻ ആണോ? Management is a process whereby resources in terms of people, finance, equipment, and facilities are mobilized ideally and efficient and effective manner to serve the purpose of an institution. അതായത് എന്താണ് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ആണ് അല്ലെ, ഒരു പ്രവർത്തനമാണ്. ഇപ്പൊ ഒരു സ്ഥാപനത്തിന്റെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പർപ്പസ്, ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട്, ഇഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കാനായിട്ടുള്ള എന്താണ് ടേംസ് ഓഫ് പീപ്പിളിനെ ആണെങ്കിലും ഫിനാൻസസ് ആണെങ്കിലും എക്യുപ്മെന്റ്സും മറ്റ് സജ്ജീകരണങ്ങളും ഇതെല്ലാം നമ്മൾ സജ്ജീകരിച്ചിട്ട് ചെയ്തു കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് പർപ്പസ്, ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളെയും സജ്ജീകരിച്ചു കൊടുക്കുന്നതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ചെയ്യാത്തവര് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാട്ടോ, ധൃതിയൊന്നും വേണ്ട, മനസ്സിലാക്കി വായിച്ചു പോകാം. ഓക്കെ, നെക്സ്റ്റ് ഒരു സോഴ്സസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടില്ലേ? മെൻ, മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെത്തേഡ്. ഇതാണ് 5 റിസോഴ്സസ് എന്ന് പറയുന്നത്. കേട്ടോ, 5M എന്നൊന്ന് വേണമെങ്കിൽ സൈഡിൽ ഒന്ന് എഴുതി വെച്ചോളൂ. 5M റിസോഴ്സസ് ആണ്. 5M ഏതൊക്കെയാണ്? 5M: മെൻ, മണി, മെറ്റീരിയൽസ്, മെഷീനറി ആൻഡ് മെത്തേഡ്. നോട്ട് ചെയ്ത് വെക്കണേ. റിസോഴ്സസ് ഏതൊക്കെയാണ്? മെൻ, മണി, മെറ്റീരിയൽസ്, മെഷീനറി ആൻഡ് മെത്തേഡ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലെ. ഒരുപാട് എടുത്തിട്ട് ഞാൻ വിഷമിപ്പിക്കണില്ല. അതില്ല ഇന്നത്തെ ക്ലാസ്സില്? മതിയോ? അല്ലെങ്കിൽ ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യണോ? ഒരഭിപ്രായവും ഇല്ല, റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ.
ഓക്കെ, മാർക്ക് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. അപ്പോ അതില് നമ്മൾ പഠിച്ചു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒരു നടത്തിപ്പിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകളാണ് പോസ്റ്റ് കോർബ് ഡിനോട്ട് ചെയ്യുന്നത്. സോ അത് കംപ്ലീറ്റ് അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. പ്ലാനിങ്, ഓർഗനൈസിങ്, ദെൻ സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. നമ്മൾ 3 കാറ്റഗറീസ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത് പറഞ്ഞു. ഓരോ കാറ്റഗറിയിലും വരുന്നത് എന്തൊക്കെയാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് വായിച്ചു. പിന്നെ നമ്മൾ റോൾ പ്രൊഫൈൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ, ഇത് കംപ്ലീറ്റ് ഞാൻ അണ്ടർലൈൻ ചെയ്യാനൊന്നും പറയണില്ല, നിങ്ങൾ അത് മനസ്സിലാക്കി വായിച്ച് പഠിക്കണം. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന വ്യക്തിയുടെ റോൾ എന്താണ്. Then role of administrator, administrator reports to the governing body. Governing ബോഡിക്കാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ വ്യക്തികൾ ആരൊക്കെയാണെന്നും പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പേഴ്സൺസ് റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർക്ക് ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ ആരെല്ലാമാണ്. ദെൻ മാനേജ്മെന്റ് ആണ് നമ്മൾ പഠിച്ചത്. ഹെൻറി ഫയോളിന്റെ ആ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ കോഡ് ഒന്ന് പഠിച്ചു വെക്കണം, അത് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ റിസോഴ്സസ് പഠിക്കാം. പിന്നെ ഈ 3 ഡെഫിനേഷൻസും ഒന്ന് പഠിക്കണം. ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട, അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഇന്നെടുത്തത്. എടുത്തത്രയും ക്ലിയർ ആണോ? പുതിയൊരു ചാപ്റ്റർ PG അല്ലേ, കുറച്ചും കൂടി നമ്മൾ ലെവല് മുന്നോട്ടായി. അപ്പൊ അതനുസരിച്ചിട്ട് കുറച്ച് പഠിക്കുന്നതിലും കുറച്ച് എഫേർട്ടും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും നമ്മൾ അതനുസരിച്ച് കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. ഞാൻ പറയുന്നത് പോലെ എപ്പോഴും നന്നായിട്ട് പഠിക്കണം. മോക്ക് ടെസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഇനി ക്ലാസ് ഓക്കെയാണോ എല്ലാവർക്കും? ഓക്കെയാണോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ റെസ്പോൺസ് ആണ് എനിക്ക് വേണ്ടത് അല്ലെ? ഓക്കെ, ഇവിടെ ഉണ്ടോ ക്ലാസ്സിൽ? ഇനി ഉറങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? ഇല്ല. ബോറടിച്ചോ? ഉറക്കം വന്നോ? 2ാമത്തെ ക്ലാസ് ആണ് അല്ലെ, PG ആണ്, കേട്ടിരിക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല അല്ലെ? ഓക്കെ, അപ്പൊ ആക്റ്റീവായിട്ട് ക്ലാസ്സിലേക്ക് ഇരിക്കാണ്ട് എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിച്ച് ക്ലിയർ ചെയ്യാം. ദെൻ മോക്ക് ടെസ്റ്റിലും എന്തെങ്കിലും വായിച്ചിട്ട് മനസ്സിലാകാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അടുത്ത ദിവസം ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ അത് ചോദിച്ച് ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോ ഇനി വേറെ ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നും സംസാരിക്കാനൊന്നും ഇല്ല. ഓക്കെ, ദെൻ അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും കേട്ടോ. നമ്മളിന്ന് എടുത്ത അത്രയും ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ അവിടം വരെ എടുത്തേന്ന് നോക്കിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും എന്താണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ക്ലാസ് സൂപ്പർ ആണോ? ഓക്കെ, താങ്ക് യു. ഇഷ്ടമായോ ക്ലാസ്? എന്താ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ? ഞാൻ നോർമൽ ഒരു സ്പീഡിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു 3 പേജസ് കവർ ചെയ്തിട്ടുണ്ട്. കുഴപ്പമുണ്ടായിരുന്നോ? സ്പീഡ് ഉണ്ടായിരുന്നോ? വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങളും എനിക്ക് റെസ്പോൺസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനും ആ ഒരു ഫ്ലോയിൽ ഒരു 3 പേജസോളം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പുതിയൊരു ചാപ്റ്റർ. കുഴപ്പമില്ലല്ലോ? സ്പീഡ് കൂട്ടിപ്പോയോ? ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഫോളോ ചെയ്യണതില്ല? ഓക്കെ, ഇല്ല. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.